ആ ഇപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടോ ഇപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു അനുമാനം മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് ടെക്നിക്കൽ ഫോൾട്ട് തന്നെയാണ് അതിന് ഉള്ള കാരണമാവും. കാര്യം ഫ്ലൈറ്റ് ഫുൾ ആറ്റിറ്റ്യൂഡ് സ്റ്റെബിലൈസ്ഡ് ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഈ പവർ ഗെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് ഡിമിനിഷ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട്, കാര്യം ഇത് ഫ്ലൈ ചെയ്ത് കയറുന്നപ്പം വളരെ സ്റ്റേബിളായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ അവിടെയൊന്നും ഇൻട്രൻസ് വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബട്ട് ഇന്റർമീഡിയറ്റ് എന്തോ ഇത് വന്നിട്ടുണ്ട്. കാര്യം ബേർഡിറ്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഈ എൻജിൻ ഫ്ലെയിമൗട്ടായി. അപ്പം മറ്റ് എൻജിൻ കൊണ്ട് നമുക്ക് കുറച്ച് പുൾ ചെയ്യാൻ പറ്റും, പക്ഷെ അതും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം അതും ഇന്റർമീഡിയറ്റ്ലി ഇതായിട്ടുണ്ടാകാം. അപ്പോൾ സഡനായിട്ട് നമ്മൾ ആ ഹൈറ്റിൽ നിന്ന് ആറ്റിറ്റ്യൂഡ് കുറഞ്ഞു വീഴുകയാണ് ചെയ്തത്. കാര്യം പൈലറ്റിന് ഒന്നും ചെയ്യാനുള്ള ഒരു സമയം പോലും അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. കാര്യം എന്തെങ്കിലും ഒരു ചാൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർക്രാഫ്റ്റ് ഫ്ലോട്ട് ചെയ്ത് നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നേനെ. അപ്പം ഇപ്പം നേരത്തെ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ കണക്ക് തന്നെ ആ വസ്തുതകളൊക്കെ തന്നെയാണ് നമ്മൾക്കും മനസ്സിൽ തോന്നുന്നത്. കാര്യം എയർ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് ഉള്ള ഒരു ഇതാണ്, കൺസേൺഡ് ഒരു ഇതാണ്. എയർ സേഫ്റ്റിക്ക് എല്ലാ മെഷേഴ്സും എടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ചില ആക്സിഡൻസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സംടൈംസ് ഇറ്റ് മേ ബി ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓൾസോ സം ആക്സിഡൻസ് അങ്ങനെ വരാം, ഇത് ചെയ്യാം. അപ്പം അതിന്റെ വീഡിയോ എടുത്തിരിക്കുന്നത് തന്നെ എന്തോ ഒരു ബിൽഡിങ്ങിന്റെ പിന്നെ ഹൈറ്റിൽ നിന്നെങ്ങാണ്ടാണ് അത് ക്യാപ്ചർ ചെയ്തേക്കുന്നതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇറ്റ് വാസ് ടോട്ടലി ഒരു 1000-800 ഹൈറ്റിൽ നിന്ന് ആണ് അത് വീണിരിക്കുന്നത്. കാര്യം അത് അറൌണ്ട് 2000 to 3 അല്ലെങ്കിൽ 3000-4000 ഹൈറ്റിൽ പോകേണ്ട ആ ഒരു ടൈമിൽ ഇറ്റ് ഡിഡ്ന്റ് പിക്ക് അപ്പ് ദാറ്റ് മച്ച്. അത് അപ്പോൾ തന്നെ താഴോട്ട് വീഴുകയാണ് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് ദ പൈലറ്റ് നത്തിങ് ക്യാൻ ബി, ഒന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ എയർക്രാഫ്റ്റ് വീണു പോവുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. ടെക്നിക്കൽ ഇത് തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ടെക്നിക്കൽ എന്തെങ്കിലും ഫോൾട്ട്സ് ഉണ്ടായിട്ട് വീണതായിരിക്കാം എന്നാണ് നമ്മളെല്ലാവരും അനുമാനിക്കുന്നത്.